പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്തോഷവാനാണ്. കാരണം മറ്റൊന്നുമല്ല, തനിക്കെതിരെ പട നയിച്ച പടനായകന്മാർ 3 പേരാണ് രാഷ്ട്രീയ ഗോദായിൽ വീരചരമമടഞ്ഞത്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹം സ്വന്തം നിയോജക മണ്ഡലത്തിലേക്കും ജയിക്കാൻ പറ്റി, പക്ഷേ തൻ്റെ പാർട്ടി അമ്പേ പരാജയപ്പെട്ടു. തനിക്കെതിരെ കാര്യമായ പ്രതിരോധമൊന്നും ഇല്ലാതിരുന്നത് പിണറായി വിജയനാണ് കേട്ടോ. അതൊരു പരസ്യമായ രഹസ്യമാണ്. എങ്കിലും ഇന്ത്യ മുന്നണിയുടെ ഒരു നെടുന്തൂൺ തന്നെയായിരുന്നല്ലോ സി പി എമ്മിന്റെ നേതാവ്, അനിഷേധ്യ നേതാവ് പിണറായി ആയിരുന്നു. അതുകൊണ്ട് BJPക്ക് ആശ്വസിക്കാം, മോദിക്ക് സന്തോഷിക്കാം, അഭിമാനിക്കാം. പക്ഷെ അതിനേക്കാൾ മോദിയെ സന്തോഷിപ്പിക്കുന്നത് തമിഴ്നാട്ടിലെ MK സ്റ്റാലിൻ്റെ പതനമാണ്. അദ്ദേഹം സ്വന്തം നിയോജക മണ്ഡലമായ കുളത്തൂരിൽ പരാജയപ്പെട്ടു. അദ്ദേഹത്തിന് പാർട്ടി അങ്ങ് പോയി. വൈഡപ്പ് ആയിരുന്നൊന്നും പറയാനാവില്ല, എങ്കിലും പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിഞ്ഞില്ല. പക്ഷേ BJP മുന്നണിക്കും വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഒരു നഷ്ടമാണ്. പക്ഷേ വിജയാണല്ലോ വിജയിച്ചത്. അപ്പോൾ പറഞ്ഞു നിൽക്കാം, ദ്രാവിഡ രാഷ്ട്രീയം അവിടെ അവസാനിക്കുന്നു. വിജയിന്റെ രാഷ്ട്രീയത്തിന് ദ്രാവിഡ രാഷ്ട്രീയം എന്ന ഒരു പരിപ്രേക്ഷ്യം ഇപ്പോഴില്ല. അതുകൊണ്ട് BJPക്ക് ഭാവിയിലാണെങ്കിലും കടന്നു വരാനുള്ള ഒരു സാധ്യത രാഷ്ട്രീയ ചാണക്യനായ അമിത്ഷായ്ക്കും ഒരു ചിന്തയുണ്ട്. ഇപ്പൊ പാർലമെന്റിന്റെ പുതിയ ബിൽഡിങ്ങിൽ ചെങ്കോലൊക്കെ വെച്ച് വലിയ ആഘോഷമായി തമിഴകത്തെ ചേർത്ത് നിർത്തി എന്ന പ്രതീതിയൊക്കെ വന്നെങ്കിലും BJPക്ക് തമിഴ്നാട്ടിൽ ലഭിച്ചത് കേവലം ഒരു സീറ്റ് മാത്രമാണ്. ADMK സഖ്യകക്ഷിക്ക് ഏതാനും സീറ്റുകൾ ലഭിച്ചു. പക്ഷേ മുഖ്യ പ്രതിപക്ഷം ഇപ്പോഴും DMK തന്നെയാണ്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി തന്നെയാണ്. അപ്പൊ ഇന്ത്യ മുന്നണിയുടെ ഒരു നെടും തൂണായ സ്റ്റാലിൻ്റെ തിരോധാനം, താൽക്കാലിക തിരോധാനം, പ്രതിപക്ഷ നേതാവ് സ്റ്റാലിന് വരുമായിരിക്കാം, അത് മറ്റൊരു കാര്യം. പിണറായി ഒരുപക്ഷെ കേരളത്തിലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തില്ല, നിസ്സംശയം എനിക്ക് പറയാം, മുൻകൂട്ടി തന്നെ പറയാം. അല്ലെങ്കിൽ അത്ഭുതങ്ങൾ നടക്കണം. ഇത്രയും വലിയ തോൽവി ഏറ്റുവാങ്ങി പ്രതിപക്ഷ നേതാവ് ഒരു ക്യാബിനറ്റ് സീറ്റ് കിട്ടും, അല്ലെ ക്യാബിനറ്റ് പദവി ലഭിക്കുമെന്ന ഒറ്റ കാരണത്താൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ശ്രീ പിണറായി വിജയൻ ഏറ്റെടുക്കും എന്ന് ഇപ്പോൾ ഞാൻ കാണുന്നില്ല. അതുകൊണ്ടാണ് KN ബാലഗോപാലോ മറ്റാരെങ്കിലും ആ സ്ഥാനത്തിരിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതിനേക്കാൾ അമിത്ഷായെയും മോദിയെയും ഉന്മാദത്തിൽ ആറാടിക്കുന്നത് ബംഗാളിലെ ദീദിയുടെ പതനമാണ്. 8 നിലയിലാണ് തൃണമൂൽ പൊട്ടിയിരിക്കുന്നത്. 88 സീറ്റുമായി നിറം കെട്ട പ്രകടനമാണ് തൃണമൂൽ കോൺഗ്രസ് ബംഗാൾ നടത്തിയിരിക്കുന്നത്. സുവേന്ദു അധികാരി അവിടെ ജയിച്ചു വരുന്നു. BJP ഇതം പ്രഥമമായി ബംഗാളിൽ ഭരണത്തിലേറ്റിരിക്കുന്നു. ഇപ്പം ടെന്നീസിലൊക്കെ ഒരു സേയിങ് ഉണ്ട്, ഗ്രാൻഡ് സ്ലാം, ഒരു US ഓപ്പണോ ഫ്രഞ്ച് ഓപ്പണോ അല്ലെങ്കിൽ വിംബിൾട്ടനോ മാത്രം ജയിച്ചിട്ട് കാര്യമില്ല. വിംബിൾട്ടൺ മാത്രം നിരന്തരം ജയിച്ചു വന്നാൽ പറയും ഗ്രാസ് കോർട്ട് സ്പെഷ്യലിസ്റ്റ് ആണ്. US ഓപ്പൺ ജയിച്ചു വന്നാൽ പറയും ക്ലേ കോർട്ട് അല്ലെ സ്പെഷ്യലിസ്റ്റ് ആണ്. ഇതിലൊന്നും കാര്യമില്ല. 4 കൂടെ ജയിച്ചു വരുന്നവനെ വീരനായി കാണും. നമ്മൾ പറയും അവൻ ഗ്രാൻഡ് സ്ലാം നേടിയിരിക്കുന്നു. അപ്പൊ BJP സംബന്ധിച്ചിടത്തോളം ബംഗാൾ ഒരു ഗ്രാൻഡ് സ്ലാമിലെ ഒരു ഐറ്റമാണ്. ഈ ഉത്തരേന്ത്യയിലെ ഹിന്ദി ഹൃദയഭൂമിയോ അല്ലെ ദക്ഷിണേന്ത്യയിലെ കർണാടക പോലെയുള്ള ചില സംസ്ഥാനങ്ങൾ വേരോട്ടമോ ഒന്നും പോരാ. അതിന് ഗ്രാൻഡ് സ്ലാം തികയ്ക്കാൻ ബംഗാൾ കൂടി വേണം. അത് കിട്ടിയിരിക്കുന്നു. അപ്പൊ ഇനി പ്രത്യേകിച്ച് തെളിയിക്കാൻ മറ്റൊന്നുമില്ല. ഒരു സ്ലാം കൂടെ ബാക്കിയുണ്ട് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർത്തിരിക്കണം. ഗോൾഡൻ സ്ലാം എന്ന് പറയും. ഗോൾഡൻ സ്ലാം എന്താണ്? ഒളിമ്പിക് സ്വർണ്ണ മെഡൽ കൂടി നേടിയാൽ ഒരേ കളിക്കാരൻ ഒരേ കലണ്ടർ വർഷം ഓസ്ട്രേലിയൻ ഓപ്പൺ, US ഓപ്പൺ, വിംബിൾഡൺ, ഫ്രഞ്ച് ഓപ്പൺ, ദെൻ ആ വർഷം ഒരു പക്ഷേ ഒളിമ്പിക്സ് ഇറക്കുകയാണെങ്കിൽ ഒളിമ്പിക് ഗോൾഡ് കൂടി നേടി. അത്ര അപൂർവമാണ് സംഭവിക്കുക. അങ്ങനെയാണെങ്കിൽ ഗോൾഡൻ സ്ലാം, ഈ ഗോൾഡൻ സ്ലാം കിട്ടണമെങ്കിൽ BJP തമിഴ്നാടും കേരളവും കാശ്മീരും കൂടെ പിടിക്കണം. കാശ്മീർ പടിവാതിക്കലാണ്, പക്ഷെ കേരളവും തമിഴ്നാടും BJP പിടിക്കുന്ന ഒരു ലക്ഷണവും ഈ തെരഞ്ഞെടുപ്പ് കാട്ടുന്നില്ല. പക്ഷേ ഗോൾഡൻ സ്ലാം ഒരു പക്ഷേ മരീചികയായിരിക്കാം, ഗ്രാൻഡ് സ്ലാം മതിയാവും. ബംഗാളിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ബംഗാളിൽ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകുമ്പോൾ നടക്കുന്നത് എന്താണ്? ബംഗ്ലാദേശ് ഇന്ത്യ ബന്ധങ്ങളിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ നിലപാട് കൂടിയാണ് അവിടെ വരുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് കടന്നു വരുന്ന നുഴഞ്ഞുകയറ്റക്കാർ കർശനമായി അവരെ നിയന്ത്രിക്കണമെങ്കിൽ തങ്ങൾക്ക് അനുകൂലമായ BJPക്ക് കൂടി കേന്ദ്ര സർക്കാരിന് കൂടി അനുകൂലമായ ഒരു ഭരണകൂടം റൈറ്റേഴ്സ് ബംഗ്ലാവിൽ ഉണ്ടാവണം, കൽക്കട്ടയിൽ ഉണ്ടാവണം. അതുണ്ടായിരിക്കുന്നു. എന്താണ് ബംഗ്ലാദേശിന്റെ വിഷയം? ബംഗ്ലാദേശ് ഒരു വലിയ സുഹൃത്ത് രാജ്യമായിരുന്നത് ഷെയ്ഖ് ഹസീനയുടെ കാലഘട്ടത്തിൽ. ഇപ്പോഴതാ മാറിയിരിക്കുന്നു. ഖാലിദ സിയയുടെ മകൻ പ്രധാനമന്ത്രി ആയിരിക്കുന്നു. അവിടെ
ബംഗ്ലാദേശിന്റെ ബന്ധങ്ങളിൽ ഉലച്ചിൽ തട്ടിയത് കുറേയൊക്കെ പരിഹരിച്ചു. പക്ഷെ ഇപ്പോഴും ബംഗ്ലാദേശ് ഇസ് നോട്ട് വിതിൻ ഇന്ത്യസ് പൊളിറ്റിക്കൽ ഓർബിറ്റ്. ഇതൊന്ന് കൃത്യമായി ബംഗ്ലാദേശിന് മറുപടികൾ കൊടുക്കേണ്ടി വന്നാൽ അതിർത്തി സംസ്ഥാനമായ ആസാമും അതിർത്തി സംസ്ഥാനമായ ബംഗാളും BJP ഭരണത്തിലാവണം എന്ന ദേശീയ തിങ്ക് ടാങ്കിന്റെ BJP കേന്ദ്ര നേതൃത്വത്തിന്റെ ഇച്ഛ അത് ജനം നിറവേറ്റി കൊടുത്തിരിക്കുന്നു. ആസാമിൽ ഹിമന്ത ബിശ്വ ശർമ്മ വീണ്ടും മുഖ്യമന്ത്രിയായിരിക്കുന്നു. ഹിമന്ത ബിശ്വ ശർമ്മ യഥാർത്ഥത്തിൽ ആസാമിന്റെ മാത്രമല്ല കിഴക്കൻ പ്രദേശത്തിന്റെ ഒക്കെ 25 ലോക്സഭാ സീറ്റുകളുള്ള പ്രദേശമാണ്. 7 സിസ്റ്റേഴ്സ് ഓഫ് നോർത്ത് ഈസ്റ്റ്. അവിടുത്തെ മൊത്തം തലയെടുപ്പുള്ള നേതാവായി വളർന്നിരിക്കുന്നു. ആസാമിന്റെ മാത്രം നേതാവല്ല, കോൺഗ്രസിന്റെ പയ്യൻസ് ആയിരുന്നു, പ്രിയപ്പെട്ട കോൺഗ്രസ് മുഖമായിരുന്നു. രാഹുൽ ഗാന്ധിയെ കാണാൻ ഡൽഹിയിൽ വന്ന് ഏറെ കെട്ടിക്കിടന്നിട്ടും രാഹുൽ ഗാന്ധി പിൻഭാഗം കൊണ്ടുപോലും തിരിഞ്ഞു നോക്കിയില്ല എന്ന് ഓർക്കണം. ഇപ്പം ഇങ്ങനെയുള്ള അവഗണനയിൽ നിന്നും മനം മടുത്ത് BJP പാളയത്തിലെത്തിയ നേതാവാണ് ഇപ്പോൾ യുഗപ്രഭാവനായി 4/3 ഭൂരിപക്ഷത്തിൽ NDA വീണ്ടും ആസാമിൽ അധികാരത്തിൽ എത്തിച്ചിരിക്കുന്നത്. മോദിക്ക് സന്തോഷിക്കാൻ വകയില്ലേ? അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ ഇന്ത്യ മുന്നണിയുടെ നമ്മൾ ഈ ചർച്ച കൊണ്ടുപോകുന്നത് ഇന്ത്യ മുന്നണിക്ക് എന്ത് സംഭവിക്കുമെന്നാണ്. ഇന്ത്യ മുന്നണി വലിയ പ്രതീക്ഷ ഉയർത്തി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ്. 240 സീറ്റുകൾ, 271 മാജിക് നമ്പർ. 240 സീറ്റുകളുമായി കേവല ഭൂരിപക്ഷത്തിന്റെ 30 സീറ്റ് അടുത്ത് വരെ എത്തി. അന്നാണ് ഇൻഡെക്സ് ഓഫ് ഓപ്പോസിഷൻ യൂണിറ്റി ഏറ്റവും പരമമായി നിന്നത്. കേരളത്തിലെ ഇടത് കക്ഷികളും കോൺഗ്രസും പരസ്പരം പോരടിച്ചുവെങ്കിലും തൃണമൂലിന്റെയും കേജ്രിവാളിന്റെയും സ്റ്റാലിന്റെയും ഒക്കെ അചഞ്ചലമായ പിന്തുണ, മുലയത്തിന്റെ അത് അഖിലേഷ് യാദവിന്റെ, ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവിന്റെ ഒക്കെ പിന്തുണ. അപ്പൊ റീജിയണൽ സത്രപ്സ് വലിയ നിരയായി നിൽക്കുകയാണ്. ഇപ്പം മഹാഭാരത യുദ്ധത്തിലെ പോലെ ഈ കൗരവപ്പടയിൽ വലിയ റീജിയണൽ ചീഫ്റ്റൻസ് ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ. പാണ്ഡവപക്ഷത്തും ഉണ്ടായിരുന്നു റീജിയണൽ ചീഫ്റ്റൻസ്. അങ്ങനെ നിരന്ന് നിന്നവരിൽ തലകൾ ഒന്നൊന്നായി വീഴുകയാണ്. ഒരു തല, രാഹുൽ ഗാന്ധിയുടെ തലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിന്നത്. കോൺഗ്രസിന് നല്ല നേട്ടം ഉണ്ടാകുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുകളുമായി മുഖ്യ അച്ചുതണ്ട ശക്തിയായി മാറി. അതാണ് ഈ സമീപകാലത്തെ കോൺഗ്രസിന്റെ ഏറ്റവും മെച്ചപ്പെട്ട പ്രകടനമെന്ന് കാണാം. അപ്പൊ അവിടെ നമ്മൾ വിചാരിച്ചു ഇന്ത്യ മുന്നണിക്ക് ഒരു ഉയർത്തെഴുന്നേപ്പ് ഉണ്ടാകും. 2029 വരുമ്പോൾ ഇന്ത്യ മുന്നണി നിസ്സംശയം BJPയെ കാട്ടപ്പുഴക്കി എറിയും. ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും കണ്ട ആ ഒരു വേവ് ലൈക്ക് ഫോർമേഷൻ ആവർത്തിക്കും. പക്ഷെ പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഹരിയാനയിൽ ഉൾപ്പെടെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വേണ്ട മുന്നേറ്റം നടത്താൻ ഇന്ത്യ മുന്നണി കഴിഞ്ഞില്ല. പ്രതീക്ഷിച്ചിരുന്നത് ബംഗാളും തമിഴ്നാടും ഒരിക്കലും ഇന്ത്യ മുന്നണിയെ കൈവിടില്ല. ഇന്ത്യ മുന്നണിയുടെ ഫെഡറൽ പോരാട്ടത്തിലെ നിർണായകമായ ചീഫ്റ്റൻസ് ആയിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും. അതുപോലെ ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രിയാകാൻ സ്ഥാനത്ത് വരുന്നിരുന്ന മുൻ മുഖ്യമന്ത്രി കൂടിയായ അഖിലേഷ് യാദവ്, ബീഹാറിൽ മുഖ്യമന്ത്രി പദം ആഗ്രഹിച്ച എന്നാൽ മുഖ്യമന്ത്രി പദത്തിൽ എത്താൻ ഇതുവരെ കഴിയാത്ത തേജസ്വി യാദവ് ചീഫ്റ്റൻസ് ആണ്. നോക്കൂ, രാഹുൽ ഗാന്ധി, അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ, ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവ്, ബീഹാറിൽ തേജസ്വി യാദവ്, ബംഗാളിൽ മമതാ ബാനർജി, തമിഴ്നാട്ടിൽ MK സ്റ്റാലിൻ, പിന്നെ കുറെ കോൺഗ്രസ് നേതാക്കളും എല്ലാം ചേരും. പിന്നെ ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്രയിൽ, എല്ലാവരും ചേരുമ്പോൾ ഇന്ത്യ മുന്നണി കരുത്തുട്ട ഫെഡറൽ മുന്നണിയാണ്, അല്ലേ? ഇന്ത്യൻ ഫെഡറൽ മുന്നണിയാണ്. അവിടെ അടിപതറിയിരിക്കുന്നു. രണ്ടും പോയി, തമിഴ്നാടും പോയി, ബംഗാളും പോയി. ബംഗാൾ പോയത് BJPയിലേക്കാണെങ്കിൽ തമിഴ്നാട് പോയത് വിജയിലേക്കാണ്. വിജയെ ഒരുപക്ഷെ BJPക്ക് വീശിപ്പിടിക്കാൻ കഴിയുമോ? ഇല്ല എന്നാണ് വിജയ് പറയുന്നത്. പ്രത്യയശാസ്ത്രപരമായ ശത്രുവാണ് BJP എന്ന് വിജയ് തെളിച്ചു പറയുന്നു. ഇന്ത്യ മുന്നണിക്ക് എങ്ങനെ മുന്നോട്ട് പോകാനും? അരവിന്ദ് കെജ്രിവാൾ കേസിൽപ്പെട്ടു, ഔട്ടായി. ഇപ്പോൾ പഞ്ചാബിൽ പൂരം പ്രശ്നങ്ങളാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ MPമാരിൽ, രാജ്യസഭാ അംഗങ്ങളിൽ 10 പേരിൽ 7 പേരും കളം മാറി ചവിട്ടി BJP പക്ഷത്തേക്ക് ചേർന്ന് കഴിഞ്ഞു. കാൽച്ചുവട്ടിലെ മണ്ണ് വല്ലാതെ ഒലിച്ചു പോകുന്നുണ്ട്. ഡൽഹി ഭരണം അരവിന്ദ് കെജ്രിവാളിനും പാർട്ടിക്ക് നഷ്ടമായി. പഞ്ചാബ് ഭഗവന്ത് സിംഗ് മാൻ ഭരിക്കുന്നു. പക്ഷെ എത്ര കാലത്തേക്കെന്നറിയില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരിക്കലും ഒരുപക്ഷെ പഞ്ചാബിൽ വരാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ അക്കാലത്തിൽ BJP സഖ്യത്തിന് ഇപ്പോഴും വലിയ മേൽക്കൈയൊന്നുമില്ല. അവിടെ കോൺഗ്രസിന് തന്നെയായിരിക്കും സാധ്യത. എങ്കിലും ഇന്ത്യ മുന്നണി ദുർബലമായിരിക്കുന്നു എന്ന് BJPക്ക് ആശ്വസിക്കാം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് 5 സംസ്ഥാനങ്ങളിൽ നിലവെച്ച് നോക്കുമ്പോൾ തെരഞ്ഞെടുപ്പിലെ സമഗ്ര ചിത്രം എന്താണ്? ആസാം BJP നിലനിർത്തിയിരിക്കുന്നു, ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചിരിക്കുന്നു. ബംഗാളിൽ ഇന്ത്യ മുന്നണി BJP
വൻപൻ ഭൂരിപക്ഷത്തിൽ 3-2 ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയിരിക്കുന്നു. അട്ടിമറി വിജയമാണ്. ഭരണമാറ്റമുണ്ടായിരിക്കുന്നു. തമിഴ്നാടിൽ അട്ടിമറിക്കപ്പെട്ടു ഭരണം. BJP അധികാരത്തിലെത്തുന്നില്ല. പക്ഷേ കോൺഗ്രസും അധികാരത്തിലെത്തുന്നില്ല. DMKയും ഇല്ല. ADMK മുന്നണിക്ക് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്നു. എങ്കിലും ഭരണമാറ്റമുണ്ടായി എന്ന് സമാധാനിക്കാം. കേരളത്തിൽ BJPക്ക് ആശ്വസിക്കാൻ വകയുണ്ട്. 1 അല്ല 2 അല്ല 3 താമരയാണ് വിരിച്ചിരിക്കുന്നത് കേരളത്തിൽ. ഇപ്പൊ കേരളത്തിൽ BJP നിറം പിടിപ്പിച്ച കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. 35 സീറ്റുകളൊക്കെ ലഭിക്കാം. അങ്ങനെ ലഭിച്ചാൽ BJP കേരളം ഭരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. അതൊക്കെ വീൺവാക്കായി. ഒന്നുമില്ല. ഉണ്ടായിരുന്ന ഒരു താമര വാടിപ്പോയി നേമത്ത്. ആ താമര വീണ്ടും വിരിച്ചെടുത്തു രാജീവ് ചന്ദ്രശേഖറിലൂടെ. തുച്ഛമായ ഭൂരിപക്ഷം 2900 പരം ഭൂരിപക്ഷമേ ഉള്ളൂ. പക്ഷേ താമര വിരിയിപ്പിച്ചു. അവിടെ അല്ല 4000-ഓളം വോട്ടുകളാണ്. 4900 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അവിടെ താമര വിരിഞ്ഞു. അപ്രതീക്ഷിതമായൊരു താമര വിരിഞ്ഞു. ഇവിടെ ചാത്തന്നൂർ പലരും പറയും, BJPക്കാർ പറയും പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ കേരളത്തിൽ മൊത്തത്തിൽ ഉള്ള നിഗമനത്തിൽ BJP ശക്തമായ മത്സരം കൊടുക്കും. ചാത്തന്നൂരിൽ 2ാം സ്ഥാനത്തായിരുന്നു പല സമയത്തും. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ 2016-ലും 2021-ലും BJPയുടെ നേതാവ് ബി ഗോപകുമാർ 2ാം സ്ഥാനത്തായിരുന്നു. അവിടെ നിന്ന് നിരന്തരം ശ്രമിച്ച് 1ാം സ്ഥാനത്തേക്ക് വന്നു. 4000-ലധികം വോട്ടിനെ ജയിച്ചു വന്നു. പിന്നീട് വന്നത് മുൻ കേന്ദ്രമന്ത്രിയായ V മുരളീധരൻ. അവിടെ മുൻ കേന്ദ്രമന്ത്രിമാർ 2 പേരെ, രാജീവ് ചന്ദ്രശേഖർ നേമത്തും V മുരളീധരൻ കഴക്കൂട്ടത്തും ജയിച്ചു വന്നു. അതോടൊപ്പം 3ാമതൊരാൾ കൂടി വരുന്നു. അതിൽ കൂടുതൽ സന്തോഷത്തിന് കാര്യം എന്താണ്? അപ്പൊ BJPയെ എഴുതി തള്ളിയവർക്ക് കൃത്യമായ മറുപടി കൊടുത്തിരിക്കുന്നു. മുഖ്യ പ്രതിപക്ഷമായി CPM തന്നെ ആയിരിക്കാം. പക്ഷെ BJPക്ക് ഒരു സ്ഥാനമുണ്ടായിരിക്കുന്നു. BJPക്ക് സന്തോഷിക്കാം. അതുകൊണ്ട് മോദിയുടെ കേരള യാത്രകൾ പൂർണ്ണമായി പാഴായി എന്ന് പറയാനൊക്കില്ല. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഒക്കെ പാളി. മധ്യ കേരളത്തിൽ മെച്ചപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത്. പക്ഷെ ജയിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഓൾ ഇന്ത്യ തലത്തിൽ BJPക്ക്, NDAക്ക്, നരേന്ദ്രമോദിക്ക്, അമിത്ഷായ്ക്ക് അഭിമാനകരമായ ഒരു മത്സരം തന്നെയാണ് 5 സംസ്ഥാനങ്ങളിൽ നടന്നത്. പോണ്ടിച്ചേരിയിൽ ഉൾപ്പെടെ. പോണ്ടിച്ചേരിയിൽ NR കോൺഗ്രസ് BJP സഖ്യം, അതും NDA ആണ് ഭരണം നിലനിർത്തിയിരിക്കുന്നു. അഭിമാനിക്കാം. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പ് ഇനി എങ്ങനെ? ഇനിയുള്ള നാളുകളിൽ ഇന്ത്യ മുന്നണിയെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും. DMK പിണങ്ങുമോ എന്നായിരിക്കും ഇനിയുള്ള ചില ദിവസങ്ങളിലെ തലക്കെട്ടുകൾ, പത്രത്തിലെ തലക്കെട്ടുകൾ, ഓൺലൈൻ മാധ്യമങ്ങളിലെ ചർച്ചകൾ, ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യാം. കാരണം എന്തുകൊണ്ടാണ്? DMK മുന്നണിയിൽ നിന്നും കോൺഗ്രസ് ഒരുപക്ഷെ ജയിക്കാൻ വേണ്ടി, മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ടി ഒരു പക്ഷേ വിജയ് പക്ഷത്തേക്ക് നീങ്ങാം. അസാധ്യമായ കാര്യമൊന്നുമല്ലാതെ. എങ്ങനെയാണ് DMK അതിനെ ഉൾക്കൊള്ളുന്നത്? അങ്ങനെ പൊട്ടിച്ചിതറുമോ ഇന്ത്യ മുന്നണി? എൻ്റെ നിഗമനം പൊട്ടിച്ചിതറുകയൊന്നുമില്ല. പക്ഷേ കെട്ടുറപ്പിനെ കാര്യമായി ബാധിക്കും. ഒരു നിരാശാബോധം ജനറലി ഉണ്ടാകും. അതത് സംസ്ഥാനങ്ങളെ കാര്യം നോക്കിയിരുന്നാൽ പോരെ. ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിരുന്നിട്ട് എന്താണ് കാര്യം? ഈ ചിന്തയാണ് ദർ ഇസ് എ പോയിന്റ് ഓഫ് നോ റിട്ടേൺ എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവമാണ്. അതിൽ നിന്നും 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വരുമ്പോൾ റീകൂപ്പറേറ്റ് ചെയ്യാനൊക്കുമോ, നഷ്ടപ്പെട്ട എനർജി തിരിച്ചു പിടിക്കാനൊക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യവുമാണ്. അതുകൊണ്ട് let us wait and see. Congratulations BJP for winning Assam and Bengal and also the NDA in Pondicherry. പക്ഷേ കോൺഗ്രസിനും ആശ്വസിക്കാം. കേരളത്തിലെ ഉജ്ജ്വലമായ വിജയത്തിൽ ആശ്വസിക്കാം എന്നേ ഉള്ളൂ. പക്ഷെ മറ്റിടങ്ങളിലെല്ലാം കോൺഗ്രസിന്റെ അടിത്തറ കൂടുതൽ ദുർബലമാകുന്ന കാഴ്ചയാണ്. ആസാമിൽ ഉൾപ്പെടെ. ആസാമിൽ മുഖ്യ പ്രതിപക്ഷമാണെന്ന് ഓർക്കണം. ബംഗാളിലെ പ്രതീക്ഷയായിട്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ പിഗ്ഗി ബാക്ക് റൈഡിംഗ് ആണ്. പക്ഷേ ആസാമിലെ കോൺഗ്രസിന്റെ പതനം ദുഃഖിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഒരുപാട് പഠിക്കാനും ഒരുപാട് ചിന്തിക്കാനും പുനരവലോകനം ചെയ്യാനും ഒക്കെയുള്ള സാധ്യതകൾ തുറന്നിട്ടുകൊണ്ടാണ് ഈ 5 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇപ്പോൾ നമ്മൾ അവലോകനം ചെയ്യുന്നത്.